അപ്പോൾ അതിൻ്റെ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ബൈ ആവറേജ് റിലേറ്റീവ് മെത്തേഡ്. അപ്പോൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഐറ്റംസ് 5 ഐറ്റംസാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ 5 ഐറ്റത്തിൻ്റെയും ബേസ് ഇയറിലെ പ്രൈസും തന്നിട്ടുണ്ട്, കറണ്ട് ഇയറിലെ പ്രൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ടാബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ടാബിളിൻ്റെ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ ഐറ്റംസ്. ക്വസ്റ്റ്യനിലെ ഐറ്റംസ് എന്ന് പറയുന്ന കോളം തന്നെയാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ ബേസ് ഇയർ. എന്താണ് ക്വസ്റ്റ്യൻ അത് തന്നെ നമ്മൾ ചെയ്യുക. പക്ഷേ ബേസ് ഇയറിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P0 എന്നാണ്. അപ്പോൾ അവിടെ P0 എന്ന് നിങ്ങൾ എഴുതുക. ബേസ് ഇയറിലെ പ്രൈസിനെ P0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് പ്രൈസ് ഇൻ കറണ്ട് ഇയർ. കറണ്ട് ഇയറിലെ പ്രൈസിനെ നമ്മൾ P1 വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ P0 എഴുതുന്നു, P1 എഴുതുന്നു. പിന്നെ നമുക്കിവിടെ ഏത് ആവറേജ് ആണെന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധാ അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് വേണ്ട മൂന്നാമത്തെ കോളം I എന്ന് പറയുന്നൊരു കോളാണ് വേണ്ടത്. അപ്പോൾ I എന്ന് പറഞ്ഞാൽ എന്താണ്, P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. ഇതാണ് I. അപ്പോൾ ഈ 4 കോളം ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളം ഐറ്റംസ്, രണ്ടാമത്തെ കോളം P0, മൂന്നാമത്തെ കോളം P1, നാലാമത്തെ കോളം I. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഐറ്റം അതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ്, അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതുക. അതിൻ്റെ I വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ P1 ഡിവൈഡഡ് ബൈ P0, അതായത് 7 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് 140 എന്ന് കിട്ടും. ഓക്കെ, അതായത് P1 7 ആണ്, P0 5 ആണ്. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 140 കിട്ടും. ഇനി അതേപോലെ അടുത്തതിൻ്റെയും I വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത I വാല്യൂ കിട്ടും. അങ്ങനെ എല്ലാത്തിൻ്റെയും 5 ഐറ്റത്തിൻ്റെയും I വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇനി വേണ്ടത് നമ്മൾ ആ ഒരു ഫോർമുല, ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല എന്തായിരുന്നു, സിഗ്മ I ഡിവൈഡഡ് ബൈ N ആണ്. ആവറേജ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള ഫോർമുല. അപ്പോൾ സിഗ്മ I എന്ന് പറഞ്ഞാൽ ആ ഐൻ്റെ കോളത്തിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ I എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഐൻ്റെ കോളത്തിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുക. അത് നമുക്ക് 629.2 എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ആൻസർ എന്താ വരിക, സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ I ഡിവൈഡഡ് ബൈ N, ദാറ്റ് ഈസ് 629.2 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് 125.84 എന്ന് നിങ്ങൾക്കതിൻ്റെ ആൻസർ വരും. അപ്പോൾ ഇങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാണുന്നത് റിലേറ്റീവ് മെത്തേഡിൽ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ ബൈ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് യൂസിങ് ജിയോമെട്രിക് മീൻ ആസ് ആവറേജ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആവറേജ് റിലേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അവിടെ ജിയോമെട്രിക് മീൻ യൂസ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഐറ്റംസ് A തൊട്ട് T വരെയാണ് ഐറ്റംസ്, ABCD എന്ന 5 ഐറ്റംസ് ഉണ്ട്. പ്രൈസ് ഇൻ 2005, പ്രൈസ് ഇൻ 2008 തന്നിട്ടുണ്ട്. അപ്പം 2005 പ്രൈസിന് നമ്മൾ ബേസ് ആയിട്ടും 2008 നമ്മൾ 2005 തന്നെ ബേസ് പ്രൈസ് ആയിട്ടും 2008 തന്നെ കറണ്ട് പ്രൈസ് ആയിട്ടാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടാബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ കോളം എന്തായിരിക്കണം, ഐറ്റംസ് ആയിരിക്കണം. രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ ബേസ് ഇയർ, മൂന്നാമത്തെ കോളം പ്രൈസ് ഇൻ കറണ്ട് ഇയർ. ഇവിടെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 2 കോളം സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യത്തെ കോളം ബേസ് ഇയറിലെ പ്രൈസ്, രണ്ടാമത്തെ കോളം കറണ്ട് ഇയറിലെ പ്രൈസ്, അതായത് P0 എഴുതുക, പിന്നെ അടുത്ത കോളത്തിൽ P1 എഴുതുക. ആൻഡ് I എന്തായാലും നമ്മൾ, അതായത് ആവറേജ് അരിത്തമെറ്റിക് മീൻ ആണെങ്കിലും ജിയോമെട്രിക് മീൻ ആണെങ്കിലും നമ്മൾ I വാല്യൂ എന്തായാലും കണ്ടുപിടിക്കണം. അപ്പോൾ Iക്കൊരു കോളം വെക്കുക. അപ്പം ഐറ്റംസ് A തൊട്ട് T വരെ എഴുതുക. 2005 പ്രൈസസ് എല്ലാം എഴുതുക, 2008 പ്രൈസസ് എല്ലാം എഴുതുക. എന്നിട്ട് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള I വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ I വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ആദ്യത്തെ ആണെങ്കിൽ 6/5 ഇൻറ്റു 100 വരും, രണ്ടാമത്തെ 15/12 ഇൻറ്റു 100, മൂന്നാമത്തേത് 5 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 100. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോന്നിൻ്റെയും വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക.
അപ്പം ജിയോമെട്രിക് മീൻ കാണണമെങ്കിൽ നമുക്ക് ഐ മാത്രം കിട്ടിയാൽ പോരാ, ഐൻ്റെ എല്ലാം ലോഗ് വാല്യൂ നമുക്ക് കിട്ടണം. അപ്പം ലോഗ് ഐ നമ്മൾ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. നിങ്ങൾ ലോഗ് 120 ലോഗ് 125 ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. ഇനി ജിയോമെട്രിക് മീൻ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല എന്താണ്? ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സിഗ്മ ലോഗ് ഐ എന്ന് പറഞ്ഞാൽ ലോഗ് ഐൻ്റെ കോളം ടോട്ടൽ ചെയ്യുക, അതിനാണ് സിഗ്മ ലോഗ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോളത്തിൻ്റെ ടോട്ടൽ എന്ത് കിട്ടും? 10.2340 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ആൻറ്റി ലോഗ് ഓഫ് 10.2340 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൻറ്റി ലോഗ് ഓഫ് 2.0468. അപ്പോൾ അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ നിങ്ങൾക്ക് 114.4 ആയിരിക്കും നിങ്ങളെ ആൻസർ കിട്ടുക. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം എക്സാമ്പിൾ 4 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ആവറേജും കണ്ടുപിടിക്കുക. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.